നഗരസഞ്ചയ പദ്ധതിക്കായുള്ള കേന്ദ്ര ഫണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് കൊല്ലം കോർപ്പറേഷനെതിരെ അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. അഷ്ടമുടിക്കായൽ നവീകരണമെന്ന പേരിൽ കോടികൾ ചെലവാക്കിയെങ്കിലും പലയിടത്തും പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അതേസമയം പദ്ധതി നടത്തിപ്പിലെ കെടുകാര്യസ്ഥത കാരണം 36 കോടിയോളം കേന്ദ്ര സഹായം കോർപ്പറേഷൻ നഷ്ടപ്പെടുത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. LDF ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ 16 ഗ്രാമപഞ്ചായത്തുകൾ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി എന്നിവ ഉൾപ്പെടുന്ന നഗരസഞ്ചയത്തിന് പദ്ധതികൾ നടപ്പിലാക്കാനാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പേരിൽ കോർപ്പറേഷൻ 2 പദ്ധതികൾ രൂപീകരിച്ച് 7.5 കോടിയോളം രൂപ മുൻകൂറായി തീരദേശ വികസന കോർപ്പറേഷൻ നൽകി. അക്രഡിറ്റഡ് ഏജൻസികൾക്ക് മുൻകൂർ പണം നൽകാൻ പാടില്ല എന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെയാണ് തുക നൽകിയത്. 30 കടത്തുകടവുകൾ നവീകരിച്ചുവെന്ന് പറയുമ്പോഴും പലയിടത്തും പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. നമ്മുടെ കൊല്ലം കോർപ്പറേഷനിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് അതിൻ്റേതായിട്ട് തനതായിട്ടുള്ള കൃത്യമായിട്ടുള്ള എഞ്ചിനീയേഴ്സും അതിവിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നമ്മളെ കൊല്ലം കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അതിനൊരു എഞ്ചിനീയറിംഗ് വിഭാഗം നമുക്കുണ്ട്. ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഒരു ഡിപ്പോസിറ്റ് വർക്കായിട്ട് തീരദേശ വികസന കോർപ്പറേഷനെയാണ് ഇവിടെ ഏൽപ്പിച്ചത്. തീരദേശ വികസന കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ 2 ഉദ്യോഗസ്ഥന്മാരാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതാണ്ട് 30 കടത്തുകടവുകൾ പൂർത്തീകരിക്കുന്നതെന്ന് പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇവിടെ വന്ന് ഉദ്ഘാടനം നടത്തിയായിരുന്നു. ഈ ഉദ്ഘാടന സമയത്ത് പോലും ഈ 30 കടത്തുകടവുകളുടെ എന്താണ് അവസ്ഥയെന്നറിയാൻ വേണ്ടി വിവരാവകാശ നിയമപ്രകാരം എടുത്ത ഉത്തരത്തിന്മേൽ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ 30 കടത്തുകടവുകൾ നവീകരിച്ചു എന്നുള്ളത്. നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള വസ്തുത കൃത്യമായിട്ട് പോയി പരിശോധിച്ചാൽ നമ്മൾ ഉളിയക്കോവിൽ ഡിവിഷനിൽപ്പെടുന്ന മുട്ടത്തുമൂല കടവിൽ ഉൾപ്പെടെ യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും നടത്താതെ, ആടംകൂട്ടുന്ന പ്രക്രിയകൾ ഒന്നും ചെയ്യാതെയാണ് ഈ 30 കടത്തുകടവുകൾ നവീകരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയത്. പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാത്തത് കാരണം 36 കോടിയോളം രൂപയുടെ കേന്ദ്ര സഹായമാണ് കോർപ്പറേഷൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര ഫണ്ട് ചിലവഴിച്ചുള്ള കൊല്ലം കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിജിലൻസ് കമ്മീഷനെ സമീപിക്കുമെന്ന് ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ ഗിരീഷ് മങ്ങാട് പറഞ്ഞു. പൊതുജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അവശ്യഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അവശ്യ ഘടകം എന്ന് പറയുന്ന നമ്മൾ ജലാശയങ്ങളുടെ പുനരുജ്ജീവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയും ഉള്ള അർബൻ അഗ്ലോമറേഷൻ ഫണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ലാപ്സാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഏതാണ്ട് 36 കോടി രൂപയോളമാണ് നമ്മുടെ കേന്ദ്ര ഫണ്ട് നമുക്കിവിടെ ലാപ്സായി പോയിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത്. കേന്ദ്ര ഫണ്ട് ലഭ്യമാകുന്ന വിവരം ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുവാനും കോർപ്പറേഷൻ ഫണ്ടാണെന്ന് വരുത്തി തീർക്കുവാനും ശ്രമമുണ്ടായിരുന്നു. അതേസമയം മേയറും ഡെപ്യൂട്ടി മേയറും രാജിവെച്ച സാഹചര്യത്തിൽ കോർപ്പറേഷൻ നാഥനില്ലാ കളരിയായി മാറിയെന്നും ആരോപണമുണ്ട്. ജനം, കൊല്ലം.